വിനായനെ ചാടിക്കടിക്കാൻ ചെന്ന പോലെ, തല്ലാൻ ചെന്ന പോലെ, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിച്ച പോലെ മീറ്റു വിഷയത്തിന് 100ഓളം പേരുണ്ടായിരുന്നു. പുള്ളി നട്ടല് നിവർത്തി എന്നാണ് തിരിച്ച് മറുപടി പറഞ്ഞത്. ചൂടാകേണ്ടവനോട് പുള്ളി ചൂടായി തന്നെ സംസാരിച്ച്. മലയാളത്തിൽ വേറെ ഏതെങ്കിലും നടന്മാരെ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള ധൈര്യമുണ്ടോ? ഇപ്പം പീഡന കേസ് പറയുന്നുണ്ടല്ലോ, കുറേ നടന്മാരുടെ പേരിൽ, സിദ്ദിഖ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ജയസൂര്യ ആയിക്കോട്ടെ, അല്ലെങ്കിൽ മുകേഷ് ആയിക്കോട്ടെ, സത്യമോ അല്ലെങ്കിൽ അസത്യമോ, നിങ്ങൾക്ക് ഇങ്ങനെയുള്ള നടന്മാരെ ഇരുത്തിക്കൊണ്ട്, അല്ലെങ്കിൽ ദിലീപിൻ്റെ ഒരു കേസ് കിടപ്പുണ്ട്, പീഡന കേസ് പോലെ പറയുന്നുണ്ട്, ഭാവനയായിട്ട് ബന്ധപ്പെട്ട്. ഒന്ന് ആലോചിച്ച് നോക്കുക. ആ ദിലീപിനെ ഇരുത്തിക്കൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റുമോ? ചൂടാകാൻ പറ്റുമോ? എന്തുകൊണ്ടാണ് അറിയുമോ? വിനായൻ ഒരു ദളിതനായതുകൊണ്ട് അവൻ്റെ മണ്ടയ്ക്ക് ആർക്ക് വേണമെങ്കിൽ കയറാം. മറ്റുള്ള നടന്മാരോട് ചോദിക്കാൻ പറ്റത്തില്ല. ഇവിടെ കാസ്റ്റിൻ്റെ വിഷയമുണ്ട്, കളറിൻ്റെ വിഷയമുണ്ട്, മതത്തിൻ്റെ വിഷയമുണ്ട്. അതാണ് ഈ കേരളം അല്ലെങ്കിൽ ഈ ഇന്ത്യ. ഭയങ്കര വിഷയമാണ്. നിങ്ങൾ ചോദിക്കാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു മാധ്യമ പ്രവർത്തകൻ ചങ്കൂറ്റോടവൻ ഇതുപോലെ ചൂടായും ചോദിച്ചു നോക്കാം. മോഹൻലാൽ ഇപ്പം അമ്മയിൽ നിന്ന് രാജിവെച്ചു, കൂട്ടുരാജി എല്ലാവരും വെച്ചു. ആരോടെങ്കിലും ചോദിച്ചോളൂ, മോഹൻലാലിനെ നിർത്തി നിങ്ങൾക്ക് ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ഒരു ചൂടാകാൻ പറ്റുമോ? നിങ്ങൾ ഓച്ചാൻ ചെയ്യുന്നത് നിങ്ങൾ സംസാരിക്കത്തുള്ളൂ. അതാണ് 2 പേർക്ക് 2 നിയമം, 2 രീതിയാണ്. പ്രത്യേകിച്ച് കേരളത്തിൽ ആലോചിച്ചാൽ മതി. വേറെ ഒരു കാസ്റ്റിൽപ്പെട്ട ഒരുത്തൻ വ്യഭിചരിച്ചാൽ അത് ഭയങ്കരമാണ്. അവന് 10-40 പെണ്ണുങ്ങളോട് പോയാൽ അത് ഭയങ്കരമാണ്. പക്ഷെ മറ്റവർക്ക് ആർക്കും പോകാൻ പറ്റത്തില്ല. പെൺപിള്ളേർക്ക് എന്ത് വേണേലും കാണിക്കാം, മറ്റുള്ളവർക്ക് കാണിക്കാൻ പറ്റത്തില്ല. എല്ലാവരും അല്ല ഞാൻ പറയുന്നത്, ചില ആളുകൾ ഇങ്ങനെയാണ്. അവർക്ക് എന്തും കാണിക്കാം. അവർക്ക് ഈ റോഡിൽ തൂറി വെച്ചാൽ അവർക്ക് വിഷയമില്ല. ആലോചിച്ച് നോക്കിയാൽ മതി. മറ്റുള്ളവർക്ക് അവിടെ നിന്ന് മുട്ടാൻ പറ്റത്തില്ല. അതാണ് ഈ ലോകം.